ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, കുത്തുബിയ്യത്തിൻ്റെ പേരിൽ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില മോശപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം, സുന്നികൾ എന്ന് അവകാശപ്പെടുന്നവർ മുജാഹിദ് ബാലുശ്ശേരി ചൊയലി അബ്ദുള്ള മൗലവി എന്ന ഒരു വ്യക്തി ഇവിടെ തൊടുത്തുവിട്ട ഒരു ആശയം, ആ ആശയത്തിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും സുന്നികളിൽ നിന്ന് സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയ AP ഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ നൗസാദ് ഹസനിയും കൂട്ടരും ഇവിടെ ഒരു മറുപടി പ്രസംഗമായിട്ട് വന്നിരിക്കുക. എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഈ ഖുത്ബിയ്യത്ത് ഓതുന്നവരെല്ലാവരും, എല്ലാ സുന്നികളും ഖുത്ബിയ്യത്ത് ഓതുന്നവരാണ്. എന്നാൽ അവർ അതിൽ പെട്ടതല്ല, ഖുത്ബിയ്യത്തിൽ പെട്ടതല്ലാത്ത വാചകങ്ങൾ പോലും ഖുത്ബിയ്യത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ നൗസാദ് ഹസനിയും കൂട്ടരും പറയുന്നത്. ആര് പറഞ്ഞു? ഇവിടെ AP ഭാഗം പറഞ്ഞു. ആരാണ് AP ഭാഗം? അവരാക്കി വിട്ട ആൾക്കാർ തന്നെ. ഇപ്പോൾ അവർ അനുഭവിക്കുക. രണ്ട് കൂട്ടരും ഇവിടെ ഇറങ്ങിപ്പോന്ന് AP ഭാഗം ഇവിടെ നിന്ന് പോകുന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ശംസുലുലമക്കൊന്ന് സ്ട്രോങ് പോരാ, സുന്നത്ത് ജമാഅത്തിൽ സ്ട്രോങ് പോരാ എന്നുള്ള നിലക്ക്, വഹാബിനെ എതിർക്കുന്ന വിഷയത്തിൽ. എന്നാൽ ഈ നൗസാദ് ഹസനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹാബി പ്രസ്ഥാനത്തിന് ഇവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ എല്ലാ സുന്നികൾക്കും അറിയാം, ഖുത്ബിയ്യത്ത് എന്ന് പറയുന്ന ആ ഖുത്ബിയ്യത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ളത് മുഴുവനും അതിൻ്റെ മുമ്പുള്ള നിസ്കാരങ്ങളൊക്കെ ഖുത്ബിയ്യത്ത് പെട്ടതായിട്ട് അവിടെ എല്ലാവരും അറിയണത്. എന്നാൽ ഇയാളൊരു ഏതോ ബാമുസ്ലിയാർ ഒരു ഇത് വായിച്ചുകൊണ്ട് പറയാണ്, ബാമുസ്ലിയാർ ഒരു വിശദീകരണം വായിച്ചുകൊണ്ട് പറയണം, ഖുത്ബിയ്യത്തിൻ്റെ കസീദൻ്റെ ശറഹ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ളതാണ്, അതിലിതില്ല, ആ കസീദയിൽ ഇതില്ല, പക്ഷേ ഖുത്ബിയ്യത്തിൽ അതുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇവർ രണ്ട് കൂട്ടരും ഖുത്ബിയ്യത്ത് ഓതണമെന്ന് പറയുന്നവരാണ്. എന്നാൽ ഈ നൗസാദ് ഹസനി എന്ന് പറയുന്ന ആൾ വളരെ സംശുദ്ധമായൊരു തെരീഖത്തിൻ്റെ ആളാണെന്നാണ് വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് തെരീഖത്താണ്? ഖാദിരിയ, ചിസ്തിയ, നക്ഷബന്ദിയ, ഏത് തെരീഖത്താവട്ടെ, ഇവർ ഖാദിരിയ തെരീഖത്താണെന്നപ്പോൾ പറയുന്നത് കേട്ടോ, പോലെ അങ്ങനെ പറയുന്നത്. എന്നാൽ ഈ ഖാദിരിയ തെരീഖത്തിൽ ശരീഅത്തില്ലാതെ എന്ത് തെരീഖത്താണ്? ശരീഅത്തിൻ്റെ നിയമമാണെന്ത്? ഈ തെരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കൽബിനെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഓരോ മശായിഖന്മാരെ പിടിക്കുന്നത്. എന്നാൽ ഈ മശായിഖന്മാർ ആരാവണം? ഈ മശായിഖന്മാരെ ശിഷ്യന്മാരെ തെർബിയത്ത് ചെയ്യാൻ പറ്റുന്ന ആളുകളാവണം. ഈ സ്വയം തന്നെ തെർബിയത്ത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ മറ്റുള്ളവരെങ്ങനെ തെർബിയത്ത് ചെയ്യാം? ഇത് സ്വയം മറ്റുള്ളവരെ തെർബിയത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, സ്വയം തെർബിയത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഇവർ പറയുന്നത് സ്വന്തം ഉസ്താദുമാരെ തന്നെ തെറി പറഞ്ഞിട്ട് ഹീബത്തും നമീമത്തും പറഞ്ഞിവിടെ ഈ വീഡിയോകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരം ആളുകൾ കരുതിയിരിക്കണമെന്നും, ഇവിടെ ഖുത്ബിയ്യത്ത് ഓതുന്ന സുന്നികൾ അവരിവിടെ ഒരു സംഘടനൻ്റെ കീഴിൽ അണിനിരന്നവരാണ്. അവർ പണ്ഡിതന്മാരാണ് അംഗീകരിക്കുന്നത്. ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞത്. ആ പണ്ഡിത സംഘടനകളെ അംഗീകരിക്കുന്ന ഏത് പണ്ഡിത സംഘടന ആവട്ടെ, AP ആവട്ടെ, EK ആവട്ടെ, സംസ്ഥാനമാവട്ടെ, ഇങ്ങനത്തുള്ള സംഘടനകളെ അംഗീകരിച്ചുകൊണ്ട് അവരെ ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം കാണിച്ചു തന്ന തെരീഖത്ത്, എന്നപോലെ മഖ്ദൂമി പാരമ്പര്യത്തിലൂടെയുള്ള തെരീഖത്ത്, ആ തെരീഖത്ത് അംഗീകരിക്കുന്നവർ അവിടുത്തെ സുന്നികൾ എന്ന് മനസ്സിലാക്കി അവരെ പിന്തുടരാനും അതിനനുസരിച്ച് ജീവിക്കാനും അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെന്നും, ഇത്തരം ആളുകൾ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരുടെ ഈമാൻ കളഞ്ഞുകൊണ്ടിരിക്കുന്ന, പിന്നെ യുക്തിവാദികൾക്കും വഹാബികൾക്കും ഇവിടെ വെള്ളം വെളിച്ചം നൽകി കൊടുക്കുന്ന ഇവരെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.